നമസ്കാരം, ഞാൻ നിങ്ങളുടെ വരുൺ ഗോപി. ഇന്ന് ഞാൻ തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ ഇൻസ്റ്റാഗ്രാം പേജിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പലപ്പോഴും 7-ാം ദിവസം അല്ലെങ്കിൽ 7 ദിവസം 6 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ആ സമയത്ത് ചിലപ്പോൾ 7-ാമത്തെ ദിവസം തന്നെ കുട്ടികൾ നീന്തുന്നത് കണ്ടിട്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെയാണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ വല്ല സിലബസും ഫോളോ ചെയ്യുന്നുണ്ടോ, ഏത് രീതിയിലാണ് നിങ്ങൾ കുട്ടികളെ ഡീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ, കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു സിലബസ് എന്നുള്ള രീതിയിൽ ആ ഒരു വീഡിയോ ചെയ്യാം എന്നൊരു ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. ഇത് ഞാൻ കുട്ടികളെ വെച്ചിട്ടുള്ള ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് പയ്യന്നൂർ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു നീന്തൽ പരിശീലകർക്കായുള്ള പരിശീലനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് മുതിർന്ന ആൾക്കാരെ വെച്ച് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. ഇതിനിടയിൽ എന്താണ് ചെയ്യേണ്ടത്, കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഏതായാലും വീഡിയോ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വീഡിയോ കാണാം. വീഡിയോയിലേക്ക്. കുട്ടികളെ നീന്തൽ പരിശീലനത്തിന് കൊണ്ടുവന്നാൽ അവരെ കുളത്തിൽ ഇറക്കുന്നതിന് മുമ്പേ ആദ്യം ചെയ്യേണ്ടത് നല്ല രീതിയിലുള്ള വാമപ്പ് എക്സസൈസ് കൊടുക്കുക എന്നതാണ്. അതായത് കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലത്തേക്ക് മസിൽ പെയിൻ, അതുപോലെ ഭയങ്കര ശരീരവേദനയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മൊത്തം ശരീരഭാഗങ്ങൾ ഒന്ന് എക്സസൈസ് ചെയ്ത് ഒന്ന് വാമപ്പ് ചെയ്തിട്ട് മാത്രം ഗ്രൗണ്ടിൽ ഇറങ്ങുക. നല്ല സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ കൊടുക്കുക. അതിന് ഏകദേശം കുറച്ച് സമയം ചെലവാക്കിയാലും കുഴപ്പമില്ല. അത് കുട്ടികളുടെ പിറ്റേന്നുള്ള ശരീര വേദനയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ശേഷം നമ്മൾ വെള്ളത്തിൽ ഇറക്കുക. എപ്പോഴും ആദ്യം വരുന്ന ഒരു കുട്ടി വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര പേടിയായിരിക്കും. എന്നാൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാം. എന്നാലും വെള്ളത്തിൽ കുട്ടികൾ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര പേടിയായിരിക്കും. കാരണം വാട്ടർ കോൺഫിഡൻസ് ഇല്ലാത്തതാണ് നമുക്ക്, അതായത് മനുഷ്യന്മാർക്ക് നീന്താൻ പറ്റാത്തത്. ബാക്കി എല്ലാ ജീവജാലങ്ങളും നീന്തും, അവർക്കൊക്കെ വാട്ടർ കോൺഫിഡൻസ് ഉണ്ട്. ഇനി നമുക്ക് വാട്ടർ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ നമ്മൾ വെള്ളത്തിൽ ഇറക്കിയതിന് ശേഷം പല എക്സസൈസുകളും ചെയ്യാം. ചെറിയ തോതിലുള്ള ഗെയിമുകൾ കളിപ്പിക്കാം. അത് കുട്ടികൾ ഒന്നിച്ചാകുമ്പോൾ പലരും ഈ പേടിയുള്ള കുട്ടികളൊക്കെ ആ പേടി മാറുന്ന രീതിയിലേക്ക് പോകും. നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ബബ്ലിങ് ചെയ്യുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ 1-ാമത്തെ ദിവസത്തെ ലെസൺ എന്ന് പറയുന്നത് ബബ്ലിംഗ് ആണ്. ബബ്ലിംഗ് എന്ന് പറഞ്ഞാൽ വായിലൂടെ ബ്രീത്ത് എടുക്കുക, ഇതുപോലെ മുങ്ങി കിടന്നതിന് ശേഷം മൂക്കിലൂടെ പ്രേശയായിട്ട് ബ്രീത്ത് വിടുക. ഇത് ആദ്യമൊന്നും കുട്ടികൾ ചെയ്യില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇതാണ് 1-ാമത്തെ ദിവസം ചെയ്യേണ്ടത്. ഇനി 2-ാമത്തെ ദിവസം കുട്ടികളെ നമ്മൾ ഇതുപോലെ ഫ്ലോട്ടിംഗ് ആണ് ചെയ്യിക്കുന്നത്. ഇത് 3 തരം ഫ്ലോട്ടിംഗ് ഉണ്ട്. ഇതിന്റെ പേര് ടെർട്ടൈൽ ഫ്ലോട്ടിംഗ് എന്നാണ്. അതായത് മുട്ട് മടക്കി വെച്ച് മുട്ട് കൈ കൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് ഇതുപോലെ പൊങ്ങിക്കിടക്കും. അപ്പൊ പൊങ്ങിക്കിടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ബ്രീത്ത് എടുത്തിട്ട് ആ ബ്രീത്ത് ഹോൾഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇത് ഏകദേശം എല്ലാ ചെറിയ കുട്ടികൾക്ക് ഇത് ചെയ്യാൻ പറ്റും. എന്നാൽ ഇത് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക്, ചിലപ്പോൾ ഈ ടർട്ടൈൽ ഫ്ലോട്ട് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് നമുക്ക് ജെല്ലി ഫിഷ് എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് കൊടുക്കാം. ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞാൽ മുട്ട് മടക്കി പിടിക്കണ്ട, മുട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കുക. എന്നിട്ട് കാലിന്റെ, അതായത് മുട്ടിന്റെ അടിവശത്ത് പിടിച്ച് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതുപോലെ നല്ല ബ്രീത്ത് എടുത്തിട്ട് പൊങ്ങി കിടക്കുന്നതിനാണ് ജെല്ലി ഫിഷ് ഫ്ലോട്ടിംഗ് എന്ന് പറയുക. ഇത് ചെയ്യാത്തവർക്ക്, ഇതും പറ്റാത്തവർക്ക് നമ്മൾ സ്റ്റാർ ഫിഷ് ഫ്ലോട്ടിംഗ് എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് ആണ് കൊടുക്കുക. അത് ഇതിന് ശേഷം ഇതിപ്പം ജെല്ലി ഫിഷ് ആണ്. ഇതാണ് സ്റ്റാർ ഫിഷ് ഫ്ലോട്ടിംഗ് എന്ന് പറയുന്ന സംഭവം. ഈ ഫ്ലോട്ടിംഗ് കൊടുക്കാൻ പറ്റും. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടികൾ ആദ്യത്തെ ദിവസം ഈ വാട്ടർ കോൺഫിഡൻസ് ഇല്ലാത്ത കുട്ടികൾ വെള്ളത്തിന് അടിയിൽ നിന്ന്, അതായത് അടിത്തട്ടുന്ന, അതായത് നമ്മൾ ചവിട്ടി നിൽക്കുന്നിടത്ത് കാല് ഉയർത്തുക എന്നൊരു ഉദ്ദേശമാണ് ഇതിലുള്ളത്. പലപ്പോഴും കുട്ടികൾ ഭയങ്കര പേടിച്ചിട്ട് കാല് പൊക്കുകയില്ല. എന്നാലും ഈ ഒരു ഫ്ലോട്ടിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് തന്നെ മനസ്സിലാവും, ഞാനിപ്പോ വെള്ളത്തിൽ ചവിട്ടാതെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഇതുണ്ട്. ശേഷം നമ്മൾ അടുത്ത 3-ാമത്തെ ദിവസം, അതായത് 3-ാമത്തെ മണിക്കൂറിൽ ചെയ്യുന്നതാണ് ഇതുപോലുള്ള പുഷിംഗ് എന്ന് പറയുന്ന സംഭവം. ഇത് ചെയ്യുമ്പോൾ ബോഡി നല്ല സ്ട്രെയിറ്റ് ആക്കി വെച്ചതിന് ശേഷം അവിടെ ഒരു ഉറച്ച സ്ഥലത്ത് ചവിട്ടിയിട്ട്, അത് കുളത്തിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള സൗകര്യം ഉണ്ടാവും. ഇനി ഇങ്ങനെ ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ നമുക്ക് ഇൻസ്ട്രക്ടർക്ക് അവരെ കയ്യിൽ വലിച്ചു വിടാൻ പറ്റും. ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇതിന്റെ പേരാണ് പുഷിംഗ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതിന്റെ പേര് പുഷിംഗ് എന്നാണ്. അതായത് തല നല്ല രീതിയിൽ താഴ്ത്തുക, ബോഡി സ്ട്രെച്ച് ചെയ്യുക, കാല് ഇതുപോലെ പിടിച്ചതിന് ശേഷം മുന്നോട്ട് പോവുക. പുഷിങ്ങിന് ശേഷമാണ് നമ്മൾ ലെഗ് ആക്ഷൻ കൊടുക്കുക. കുട്ടികളെ ഇതുപോലെ നിരത്തി കിടത്തിയതിന് ശേഷം എന്ത് ചെയ്യുക, കാലടിക്കുന്നതാണ് ലെഗ് ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് കാല് ഒരു കാരണവശാലും മുട്ട് മടക്കി അടിക്കാൻ പാടില്ല. നല്ല സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് നല്ല ബ്രീത്ത് എടുത്തിട്ട് മുങ്ങി കിടന്നിട്ട് തന്നെ ലെഗ് ആക്ഷൻ ചെയ്തു കൊടുക്കുക. ഏകദേശം കുട്ടികൾ കഴിഞ്ഞ പുഷിങ് കൊടുത്തപ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടാവും. കാരണം എനിക്ക് നീന്താൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലെഗ് ആക്ഷനൊക്കെ അവർ വളരെ എൻജോയ് ചെയ്യും. ശേഷം നമുക്ക് ലെഗ് ആക്ഷനും കൊടുത്തിട്ട് തന്നെ ഇതുപോലെ പുഷ് ചെയ്ത് വിടുക. ഇതിനെ പറയുക പുഷിങ് വിത്ത് ലെഗ് ആക്ഷൻ എന്നാണ്. അതായത് കുട്ടികളെ പുഷ് ചെയ്ത് വിട്ടതിന് ശേഷം ലെഗ് ആക്ഷൻ കൊടുക്കാൻ പറയും. പിന്നെ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആം ആക്ഷൻ, കൈയുടെ ആക്ഷൻ പഠിപ്പിക്കുന്നു. അത് നമുക്ക് കരയിൽ വെച്ച് എക്സസൈസ് കൊടുക്കാം. ശേഷം വെള്ളത്തിൽ ഇറക്കിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം കുട്ടികൾ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പുഷിംഗ് വിത്ത് ലെഗ് ആക്ഷൻ ആൻഡ് ആം ആക്ഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് വരാം. അവിടെ എന്ത് ചെയ്യാം, ഇതേപോലെ കുട്ടികളെ പുഷിംഗ് വിത്ത് ലെഗ് ആക്ഷൻ ആൻഡ് ആം ആക്ഷൻ ചെയ്യിച്ച് വിടാം.
ഇത് കൂടെ ചെയ്യുമ്പോഴേക്കും കുട്ടി നന്നായി നീന്തിയ ഒരു അവസ്ഥയിലേക്ക് വരും. ഇതിപ്പോൾ നാലാമത്തെ ദിവസമാണ് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നത്. കുട്ടി നന്നായിട്ട് നീന്തിയിട്ട് വരും. ഇതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രീത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ലാറ്ററൽ ബ്രീത്ത് എന്ന് പറയുന്ന സംഭവമാണ് ബൈലാറ്ററൽ ബ്രീത്ത്. ഇതിലിപ്പോൾ ഞാൻ ഒരു സൈഡിൽ നിന്നാണ് ബ്രീത്ത് എടുക്കുന്നത്. ഈ രീതിയിൽ ബ്രീത്ത് എടുത്ത് നീന്തി കാണിച്ചു കൊടുക്കുക. ഇത് കുട്ടികൾ കുറച്ച് പണിയുണ്ട് ഇത് പഠിക്കാൻ. ഇതിപ്പോൾ ഞാൻ ഒരു സൈഡിൽ നിന്നാണ് എടുക്കുന്നത്, രണ്ട് സൈഡിൽ നിന്നും ബ്രീത്ത് എടുക്കണം. ഞാനിത് ക്യാമറയുടെ ഭാഗത്തേക്ക് മുഖം തിരിച്ചിട്ട് ബ്രീത്ത് എടുത്തതാണ്. അപ്പോൾ ഇത് കുറച്ച് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ദിവസത്തെ പ്രാക്ടീസ് എന്തായാലും ആവശ്യമാണ്. എന്നാലും കുട്ടികളോട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം 2 പ്രാവശ്യം നമ്മളെ മുങ്ങി നീന്തിയതിന് ശേഷം ഒന്ന് മുഖം ഉയർത്തിയിട്ട് ബ്രീത്ത് എടുത്തിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറയും. ഇത് നമ്മൾ തൽക്കാലം ആ ഒരു ട്രെയിനിങ് സമയത്ത് നമ്മളൊരു മത്സരമാക്കിയതാണ്. ഇതിൽ നമ്മളൊരു സുഹൃത്ത് വിജയിച്ചിട്ടുണ്ട്. അടുത്തത് ആ സുഹൃത്തും ഞാനും മത്സരിക്കുന്നുണ്ടേ. എന്നാൽ നമുക്ക് നോക്കാം മത്സരത്തിൽ എന്താവും നോക്കാം. ഓക്കെ, ഞാൻ ചാട്ടം കുറച്ച് വൈകിപ്പോയി, എന്നാലും കുഴപ്പമില്ല. മുന്നോട്ട് ചെറിപ്പാഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, വിജയ് ആരാണ് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്തോ. അത് ഞാനാണോ അല്ല കഴിഞ്ഞ ലാബ്സിൽ വിജയിച്ച ആളാണെന്നോ നോക്കുക. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ച് പെൺകുട്ടികളും അതുപോലെ നീന്തുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാരാണ്. അവർക്കുള്ള TOT ആണ്, ട്രെയിനേഴ്സിനുള്ള ട്രെയിനിങ് ആണ്. നീന്തൽ പരിശീലകർക്കുള്ള ഒരു പരിശീലന സമയത്ത് എടുത്ത വീഡിയോ ആണ്. ഇനി നമുക്ക് കുട്ടികൾക്ക് ഇത് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ പെടുത്താം. ഇങ്ങനെയൊന്നും ഫാസ്റ്റായിട്ടൊന്നും കുട്ടികളെ കൊണ്ട് നീന്തിക്കരുത്. അത് മാത്രമല്ല, വലിയ ആഴമുള്ള സ്ഥലത്തൊന്നും കുട്ടികളെ ഇതുപോലെ പഠിപ്പിക്കുന്ന സമയത്ത് നീന്തിക്കാൻ പാടില്ല. നമുക്ക് കുട്ടികളെ എടുത്തേക്കാം. ഇതിപ്പോൾ വാട്ടർ കോൺഫിഡൻസ് ഒക്കെ കിട്ടിയ കുട്ടികളാണ്. ഇത് 2ാമത്തെ ദിവസമാണ്, അഥവാ 2ാമത്തെ മണിക്കൂറാണ്. കഴിഞ്ഞ ദിവസം തുടങ്ങിയ ഒരു ട്രെയിനിങ്ങിലാണ്. കുട്ടികളൊക്കെ നല്ല രീതിയിൽ ബ്രീത്ത് എടുത്തിട്ട് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അഥവാ നേരത്തെ പറഞ്ഞ സ്റ്റാർ ഫിഷ് ഫ്ലോട്ട്, ഇതൊക്കെ ആം ആക്ഷൻ്റെ എക്സസൈസ് ഒക്കെ ചെയ്യാം. ഈ തലയിൽ കണ്ണട വെച്ച കുട്ടി ആരാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറയാം, അതെൻ്റെ മകളാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ മകള് ചെറുങ്ങനെ, അവള് ഭയങ്കര പേടിയായിരുന്നു ഇതിൽ ചെയ്യാൻ. എന്നാലും നീന്താനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. 3ാം ക്ലാസ് പഠിക്കുകയാണ്, എന്നാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കുട്ടികളൊക്കെ ലെഗ് ആക്ഷൻ ചെയ്യുകയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഈ കുട്ടി, ഇത് എൻ്റെ പെങ്ങളുടെ കുട്ടിയാണ്. ഇവള് 5ാമത്തെ ദിവസമാണ് അത് നീന്തി കാണിച്ചത്. ഇതിപ്പോൾ നമ്മൾ ഒരു കുളത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് ചെയ്തതാണ്. ഇത് വേറൊരു സ്കൂളിലെ കുട്ടികളാണ്. നോക്കാം, ഇത് വേറൊരു സ്കൂളിലെ കുട്ടികളാണ്. ഇവരൊക്കെ ഇത് വാട്ടർ കോൺഫിഡൻസ് കിട്ടിയതിന് ശേഷം ചെയ്തതാണ്. ഇത് ലെഗ് ആക്ഷൻ. ഈ കുട്ടികളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ 6ാമത്തെ മണിക്കൂറിൽ നീന്തിയ കുട്ടികളാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ ചാടുന്ന സമയത്തൊക്കെ നമ്മൾ കുട്ടികളുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. പ്രത്യേകിച്ച് ചില കുട്ടികൾ ചാടി മുങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. മുങ്ങിപ്പോകുമ്പോൾ ഒരു കാരണവശാലും അങ്ങനെ മുങ്ങുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇവിടെ നോക്കാം, നമ്മൾ കുട്ടികൾക്ക് എത്താത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ പുഷിങ്ങിന് നമ്മൾ സഹായിക്കുന്നുണ്ട്. ഇത് നോക്കാം, ഇവിടെ ഒരു പുഴയിലാണ് നമ്മൾ നീന്തൽ പരിശീലനം കൊടുത്തത്. ഇവിടെയും ചവിട്ടി വിടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ടാണ് കുട്ടികളെ ചെയ്യിച്ചത്. ഇത് ബബ്ലിങ്ങിന് ശേഷം ലാസ്റ്റ് എക്സസൈസ്, അതായത് ബബ്ലിങ് നമുക്ക് ക്ഷീണം മാറ്റാനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കൊടുത്ത രീതിയാണ്. ഇതിപ്പോൾ വേറൊരു സ്കൂളിലെ കുട്ടികൾ മികച്ച രീതിയിൽ തന്നെ നീന്തൽ ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് കുട്ടികൾ എളുപ്പത്തിൽ നീന്തൽ പഠിക്കും. വളരെ എളുപ്പത്തിൽ നീന്തൽ പഠിക്കും. നമ്മുടെ ഇൻസ്ട്രക്ഷൻ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ എളുപ്പത്തിൽ നീന്തൽ പഠിക്കും. ചില കുട്ടികൾ ഏതെങ്കിലും ഒരു, അതായത് പുഷിങ്ങിനോ ലെഗ് ആക്ഷനോ ബാക്കിലാണെങ്കിൽ ആ കുട്ടിക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ എളുപ്പത്തിൽ തന്നെ നീന്തൽ പഠിക്കും. വളരെ നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്യും. ഓക്കെ, ഇതേപോലെയാണ് നമ്മൾ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ ആദ്യം കുട്ടികൾക്ക് വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര ഭയമായിരിക്കും. സാധാരണ വാട്ടർ കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നതാണ് ആദ്യത്തെ പ്രോസസ്സ്. അത് ചിലപ്പോൾ ചില കുട്ടികൾക്ക് കുറച്ച് അധികം സമയം എടുക്കും. ചില കുട്ടികൾ പെട്ടെന്ന് വാട്ടർ കോൺഫിഡൻസിലേക്ക് വരും. ആ സമയത്ത് നമ്മൾ ബബ്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത്. മാത്രമല്ല ചെറിയ ചെറിയ വാട്ടർ ഗെയിമുകളും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ടൈമാണ് ഈ ആദ്യത്തെ 3 ദിവസം എന്ന് പറയുന്നത്. കാരണം കുട്ടികൾ വാട്ടർ കോൺഫിഡൻസ് ആകാത്ത സമയത്ത് കുട്ടികൾക്ക് വലിയ പേടിയുണ്ടാവും. മാത്രമല്ല കുട്ടികൾക്ക് അപകടം കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ. ആദ്യം നമ്മൾ വാട്ടർ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല ചെറിയ ചെറിയ ഗെയിമുകളും വെള്ളത്തിൽ നടത്തും. അതിൽ മെയിനായിട്ട് നടത്തുന്നതാണ് ബബ്ലിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുട്ടികളെ ഒന്ന് ഫ്ലോട്ട് ചെയ്യാൻ, അതായത് വെള്ളത്തിൽ എപ്പോഴും കുട്ടികൾ നിലത്ത് ചവിട്ടി നിൽക്കാനായിരിക്കും താല്പര്യപ്പെടുക. ആ ഒരു താല്പര്യം മാറ്റുന്ന രീതിയിൽ അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്ലോട്ട് ചെയ്യിക്കുന്നു. ഫ്ലോട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 മെത്തേഡാണ് സാധാരണ ഫോളോ ചെയ്യുക. ഒന്നെങ്കിൽ ടെർട്ടൈൽ ഫ്ലോട്ടിംഗ്, അല്ലെങ്കിൽ ജെല്ലി ഫിഷ് ഫ്ലോട്ടിംഗ്, അല്ലെങ്കിൽ സ്റ്റാർ ഫിഷ് ഫ്ലോട്ടിംഗ്. ഈ തരത്തിൽ ഏതെങ്കിലും ഒരു ഫ്ലോട്ടിംഗ് മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചിട്ട് കുട്ടികളെ കാല് താഴെ നിന്ന് നമ്മളൊന്ന് ഉയർത്താൻ വേണ്ടി ശ്രമിക്കും. ഈ സമയത്ത് നല്ല ബ്രീത്ത് എക്സസൈസ് നമ്മൾ കൊടുക്കും. ഈ ബ്രീത്ത് കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലോട്ട് ചെയ്യുന്നത്. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പുഷിംഗ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോഴേക്കും ഒരു 3ാമത്തെ ദിവസം അഥവാ 3ാമത്തെ മണിക്കൂറാവും.
അപ്പൊ കുട്ടികൾ ഫ്ലോട്ടിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുഷിങ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് വരും. നമ്മൾ ഏതെങ്കിലും ഒരു ഉറച്ച പ്രതലത്തിൽ വെച്ചിട്ട് കാല് കൊണ്ട് തള്ളിയിട്ട് അതിന് മുന്നോട്ട് പോകും. ചിലപ്പോൾ ചില കുട്ടികൾ നമ്മൾ കൈയുടെ ടിപ്പ് ഭാഗത്ത് പിടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയ്ക്ക് വരും. അങ്ങനെ നമ്മൾ പുഷിങ് കൊടുക്കുന്നു. ഈ പുഷിങ് കഴിഞ്ഞാൽ ദിവസം തന്നെ കുട്ടികൾക്ക് ഭയങ്കര വാട്ടർ കോൺഫിഡൻസ് വരും. കാരണം കുട്ടി നീന്തി എന്ന് പറയുന്ന ഒരു വിശ്വാസം കുട്ടിയിൽ ഉടലെടുക്കുന്നത് ഈ പുഷിങ് ചെയ്തതിന് ശേഷമാണ്. പിന്നെ നമ്മൾ ലെഗ് ആക്ഷൻ്റെ അഥവാ കാലിന്റെ അടിയുടെ എക്സസൈസ് കൊടുക്കും. കൂടാതെ അതിനുശേഷം പുഷിങ് വിത്ത് ലെഗ് ആക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കൊടുക്കും. പിന്നെ നമ്മൾ ആം ആക്ഷൻ, കൈയുടെ ആക്ഷൻ കൊടുക്കും. അതിനുശേഷം പുഷിങ് വിത്ത് ലെഗ് ആക്ഷൻ ആൻഡ് ആം ആക്ഷൻ കൊടുക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ബൈലാറ്ററൽ ബ്രീത്തിങ്, രണ്ട് സൈഡിൽ നിന്ന് ബ്രീത്ത് എടുക്കാനുള്ള എക്സസൈസ് കൊടുക്കും. ഇത് പഠിക്കാൻ കുറച്ച് സമയം എടുക്കും. കാരണം അതുവരെ കുട്ടി ചിലപ്പോൾ മുങ്ങിയിട്ടായിരിക്കും നീന്തിക്കൊണ്ടിരിക്കുക. അതിനുശേഷമാണ് തല പൊക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടി ചെറിയൊരു ബുദ്ധിമുട്ട് ഈ ബൈലാറ്ററൽ ബ്രീത്തിങ് സമയത്ത് കാണിക്കും. അത് കൂടുതൽ എക്സസൈസ് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുട്ടികളെ നീന്തൽ നടത്തും. ഒന്നാമത്തെ ദിവസം ബബ്ലിംഗ്, രണ്ടാമത്തെ ദിവസം ഫ്ലോട്ടിംഗ്, പുഷിങ് വിത്ത് ലെഗ് ആക്ഷൻ ആൻഡ് ആം ആക്ഷൻ, then pushing with the leg action and arm action with the lateral breathing. അപ്പോൾ 6 ദിവസമായി, അഥവാ 6 മണിക്കൂറായി. ശരിക്കും ഒരു 7 മണിക്കൂർ കൊണ്ട് കുട്ടി നീന്തൽ പഠിക്കും. വളരെ ഈ സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന കുട്ടി പഠിക്കും. ഏതായാലും കുട്ടികളിൽ പല ഏറ്റക്കുറച്ചിലുണ്ടാവും. ചില കുട്ടികൾ വാട്ടർ കോൺഫിഡൻസ് ആകാൻ തന്നെ കുറെ സമയമെടുക്കും. ചില കുട്ടികൾ പെട്ടെന്ന് വാട്ടർ കോൺഫിഡൻസിലേക്ക് വരും. ചില കുട്ടികൾ ലെഗ് ആക്ഷൻ പഠിക്കാൻ കുറെ സമയം എടുക്കും. ചില കുട്ടികൾ ആം ആക്ഷൻ എടുക്കാൻ വൈകും. ചില കുട്ടികൾ ലാറ്ററൽ ബ്രീത്ത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഒരു 10 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 7 മണിക്കൂർ മുതൽ ഒരു 10 മണിക്കൂർ വരെ നമുക്കൊരു 30 കുട്ടികളെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു 30 കുട്ടികളായിരിക്കും. ഒരു 30 കുട്ടികളെ ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ ഒരേപോലെ എല്ലാവരും പഠിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റും. ഈ സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ പറയുക. കൂടാതെ ഒരു കാര്യം, നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളെയൊക്കെ നിങ്ങൾ നീന്തൽ എന്തായാലും പഠിപ്പിക്കുക. ഈ ഏറ്റവും നല്ല ഒരു സ്കിൽ എന്ന് പറയുന്നത് നീന്തൽ പരിശീലനം തന്നെയാണ്. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവേത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്ക്. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.